ടീം റാസിക്കാണ് വോയിസിൽ. എനിവേ നമുക്കറിയാം ഹൈപ്പർമൈൻ വളരെ ശക്തമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം US പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് ഈ പ്രൊജക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. ഇതിലേക്ക് ഫണ്ട് ചെയ്യുന്ന ടീമിൻ്റെ പേരാണ് നെക്സസ് ഗ്രൂപ്പ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഒരു വെബ്സൈറ്റ് പ്രൊജക്റ്റ് അല്ല, ഇതൊരു വാലറ്റ് പ്രൊജക്റ്റാണ്. അഥവാ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്. നമുക്കറിയാം ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, ടോക്കൺ പോക്കറ്റ്, സേഫ് വാലറ്റ് പോലത്തെ ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അതിനകത്താണ് നമ്മുടെ പ്രോഗ്രാം ഉള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ വാലറ്റ്. നമ്മൾ എങ്ങനെയാണോ ട്രസ്റ്റ് വാലറ്റ് മെറ്റാമാസ്ക് ഉപയോഗിക്കുന്നത് അതേ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാലറ്റാണ്. പിന്നെ ട്രാൻസാക്ഷൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇന്ന് വന്നതും ഇന്നലെ വന്നതൊക്കെ ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വാലറ്റിനകത്തുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈപ്പർമൈൻ. ഓക്കെ, ഈ ഹൈപ്പർമൈൻ്റെ പ്രത്യേകത ഇതൊരു DAO പ്രൊജക്റ്റാണ്, ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് ഓർഗനൈസേഷനാണ്. ഇതിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം മൈനിങ് കഴിഞ്ഞ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ദിവസം 50ഉം 60ഉം കോയിനൊക്കെ തുടക്കത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിപ്പം ഏകദേശം നമുക്ക് ഒരു ദിവസം 14-15 കോയിനായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അഥവാ 16 വർഷത്തെ ഒരു മൈനിങ് പ്രോഗ്രാമാണ്. അതിൽ ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഈ ബ്ലോക്കിൽ ആൾക്കാരുടെ എണ്ണം കൂടി. ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന കോയിൻസിൻ്റെ എണ്ണം ചെയ്യും, അതും കുറയും. ഇപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സെഷൻ ഇപ്പോൾ രാവിലെ 9 മുതൽ 1:30 വരെയുള്ള സെഷനാണ്. ഈ സെഷനിൽ ഇപ്പോൾ 1345 പേര് മൈൻ ചെയ്യുന്നു. ഇങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന കോയിൻസ് എന്ത് ചെയ്യും, കുറഞ്ഞ് വരും. ഇതിൻ്റെ അതാണ് ഇതിൻ്റെ ഈ മൈനിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ നമ്മളിവിടെ ചെയ്യേണ്ടത് ദിവസം 6 സെഷനിലായിട്ടാണ് മൈൻ ചെയ്യേണ്ടത്. രാവിലത്തെ ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ 5:30 to 9:30 വരെ, ദെൻ 9:30 to 1:30, 1:30 to 5:30, 5:30 to 9:30, 9:30 to 1:30, 1:30 to 5:30. ഇങ്ങനെ ഒരു ദിവസം 6 സെഷൻ. ഇപ്പോൾ ഈ 6 സെഷൻ എന്നാൽ 9:30 to 1:30 എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് 9:30 ചെയ്യേണ്ട. 9:30-ൻ്റെയും 1:30-ൻ്റെയും ഉള്ളിലായിട്ട് എന്താ മതി, ചെക്കിങ്. ഇതവിടെ കാണാൻ പറ്റും. ചെക്കിങ് കൊടുത്താൽ മതി. ചെക്കിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മൈനിങ് ആരംഭിക്കും. അഥവാ ചെക്കിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രോസസ്സ് ആരംഭിക്കും. പിന്നെ എന്ത് ചെയ്യും, ആ സെഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് എത്രയാണ് കോയിൻ അത് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിലവിൽ ഈ കോയിനെ എവിടെ ലിസ്റ്റ് ചെയ്തിട്ടില്ല, എന്നിട്ട് പോലും ഈ കോയിൻ നമുക്ക് എൻഗേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ റെഡീം ക്ലിക്ക് ചെയ്യാം. റെഡീമിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കൂപ്പൺ റെഡീം. ഈ കൂപ്പൺ റെഡീമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ കൊടുത്തു. ഇവിടെ ഏഷ്യ കൊടുത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റും ആമസോൺ ഗിഫ്റ്റ് കാർഡ്, ആമസോൺ പ്രൈം, ഗാന പ്ലസ്, ജിയോ ഹോട്ട്സ്റ്റാർ, സോണി ലൈവ് ആൻഡ് C5. നമ്മൾ ആമസോൺ ഗിഫ്റ്റ് കാർഡ് എടുക്കാൻ ഞാൻ ഒരു പ്രാവശ്യം അത് ഉപയോഗിച്ചതാണ്. നമുക്ക് എന്ത് ചെയ്യാം, 450 ഹൈപ്പർ കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആമസോൺ ഗിഫ്റ്റ് കാർഡ്, അപ്പോൾ 500 രൂപേൻ്റെ ഗിഫ്റ്റ് കാർഡ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ആമസോണിന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതുപോലെ ആമസോൺ പ്രൈം സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അതുപോലെ ജിയോ ഹോട്ട്സ്റ്റാർ, നമുക്കറിയാം ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ആകെ 1200 ഹൈപ്പർ കോയിൻ മതി ഒരു വർഷത്തേക്ക്. അതായത് ഈ കോയിൻ എവിടെ ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എന്തായി, യൂട്ടിലിറ്റി വന്നു. മറ്റൊരു സംഭവം ഹൈപ്പർ ഗോൾഡാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെങ്ങനെയാണോ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് അതേ എക്സ്ചേഞ്ച് വഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ കോയിൻ ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബൈ കൊടുത്ത് ഞാൻ എന്ത് ചെയ്യാം, ഇപ്പോൾ എൻ്റെ 100 കോയിനാണ് 100 കോയിൻ, 200 ആണ് 200, 1000 ആണ് 1000, എത്ര കോയിനാണോ ഞാൻ ബൈ ചെയ്യുന്നത് അതിനുള്ള ഗോൾഡ് എനിക്ക് കിട്ടും. പകരം അതിന് ശേഷം ആ ഗോൾഡിന് പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, അഥവാ മാർക്കറ്റിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് CMAയിൽ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന കോയിൻസിൻ്റെ എണ്ണം എന്ത് ചെയ്യും, കൂടി വരും. അതാണ് ഇതിന് പ്രത്യേകത. അതുപോലെ നമ്മൾ സെൽ ഓർഡർ ഇടാം, വില കുറയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഞാനത് രണ്ടും ചെയ്യുന്നുണ്ട്. എൻ്റെ വേറൊരു അക്കൗണ്ടിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൽ കാണിക്കാത്തത്. പിന്നെ നമുക്കെന്ത് ഈ ഫ്രീ കിട്ടുന്ന കോയിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, നമുക്കിത് വിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. പലരും ചോദിക്കുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഈ കോയിൻ നിലവിൽ എവിടെയും പ്രൈസ് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താ, ഇത് മൈൻ ചെയ്ത കോയിൻ നമ്മളെ കയ്യിലാണ് മൈൻ ചെയ്ത കോയിൻ ഉള്ളത്. നമുക്കിതിനെ വില ഇടാം. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഒരാൾ 950 കോയിന് ₹1.59, അഥവാ 0.0159 USDT പെർ ഹൈപ്പർ, ടോട്ടൽ 15 USDTക്ക് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. വേറെ ആൾ 2000 ഹൈപ്പർ കോയിന് 32 USDTക്ക് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. വേറെ ആൾ 2000 ഹൈപ്പർ കോയിന് 100, അഥവാ 0.0164 USDT പെർ ഹൈപ്പർ, അഥവാ $1.64 $32 വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോയിന് സെല്ലെടുക്കുക. സെല്ലിൽ എന്ത് ചെയ്യുക, ക്രിയേറ്റ് സെൽ ഓർഡർ കൊടുക്കുക. എന്നിട്ട് ഇവിടെ എമൗണ്ട് അടിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1000 അടിക്കണമെങ്കിൽ 1000 അടിക്കുക. എന്നിട്ട് എനിക്ക് പ്രൈസ് ഇടാം. 0.0170 ആണെങ്കിൽ അത് ഇടാം, 80 ആണെങ്കിൽ ഇടാം. എനിക്ക് വില ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ക്രിയേറ്റ് സെൽ ഓർഡർ കൊടുക്കാം. ഇങ്ങനെ എനിക്ക് കിട്ടുന്ന കോയിൻ നമുക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കോയിന് നമുക്ക് വിൽക്കാൻ പറ്റും. ഇതാണ് വേറെ ഹൈലൈറ്റ്. മറ്റൊരു കാര്യം, ഈ ഞാൻ നേരത്തെ ഒരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയി. റെഡീമിൽ നമുക്ക് ഓപ്ഷൻസ് കാണും. ഈ ഓപ്ഷൻസിൻ്റെ പ്രത്യേകത ഇതൊരു ലേലാണ്. ഇവർ എടുക്കുക നമുക്ക് എന്ത് ചെയ്യും, 10 USDT ആണില്ല, 10 USDT, അതുപോലെ 25 USDT, 50 USDTൻ്റെയൊക്കെ ബിഡ് തരും. ആ ബിഡിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് പങ്കെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ കോയിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എൻഗേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അഥവാ ഇവിടെ കാണാം, ഇതൊരു 10 USDTൻ്റെ ബിഡാണ്. ഇതിൽ ഫസ്റ്റ് ഞാൻ എൻ്റെ വേറെ അക്കൗണ്ട് ഞാൻ 100 വിളിച്ചു, ദെൻ ഷാൻ എന്ന് പറഞ്ഞാൽ 200 വിളിച്ചു, ദെൻ ഞാൻ 300 വിളിച്ചു, വേറെ 400 വിളിച്ചു, വേറെ 500 വിളിച്ചു.
ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആരാണ് വിളിക്കുന്നത് അവരുടെ കോയിൻ ബേണായി പോകും, പകരം അവർക്ക് 10 USDT കിട്ടും. ഇത് റിവേഴ്സ് ഓപ്ഷൻ ആയതുകൊണ്ട് 2 അഥവാ 5 പ്രൈസ് ഉണ്ടാവും ഇതിന്. ഓക്കെ, ഫസ്റ്റ് കിട്ടുന്നവന് 60%, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് കിട്ടുന്നവന് 10%, ദെൻ ഫിഫ്ത്തിന് 5%. അപ്പോൾ എത്ര നമ്മൾ വിളിച്ചത് അതിൻ്റെ 60% നമ്മളിന്ന് പോകുള്ളൂ. ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് 60% പോയിട്ട് പകരം അയാൾക്ക് എന്ത് ചെയ്യും, 60% കോയിൻ കയറി വരും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നമ്മൾ ഓഷൻ ആണെങ്കിൽ, ഇപ്പോൾ ഇത് ഓഷനാണ്, ഈ ഓഷൻ്റെ പ്രത്യേകത ഇവിടെ കാണാൻ പറ്റും 975 വരെ വിളിച്ചിട്ടുണ്ട് കാർത്തിക എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അവിടെ ഒരു പ്രൈസ് ഉണ്ടാവുള്ളൂ, അയാൾക്ക് 10 USDT കിട്ടും. ഓക്കെ, ഈ ബിഡ് 975 വിളിച്ചെങ്കിൽ ഈ ബിഡ് വിളിച്ചത് 825, ഇത് വിളിച്ചത് 560. ഇവിടെ കാണാൻ പറ്റും 560. ഇപ്പോൾ RK ആചാര്യ എന്ന് പറഞ്ഞാൽ 560 വിളിച്ചു, അയാൾ 560 കോയിൻ ബേണായി, പകരം അവർക്ക് 10 USDT കിട്ടി. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഇതിന് താഴെ വിളിച്ച ആൾക്കാരുണ്ടാവുമല്ലോ, വില കുറച്ച് വിളിച്ചാൽ ഇവർ കോയിൻ എന്ത് ചെയ്യും, ഒരു കോയിൻ പോലും കുറയാതെ കറക്റ്റായിട്ട് തിരിച്ച് കയറി വരും. അപ്പോൾ ഇതാണ് ഈ ഇപ്പം നിലവിൽ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോയിന് ഇന്ത്യയിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരാൾക്ക് വേണം എന്ത് ചെയ്യാം, ഇത് ഇന്ത്യയിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടും ക്യാഷ് ആക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ പറഞ്ഞ മൈനിങ് ആണ്, 16 വർഷത്തെ മൈനിങ് പ്രോഗ്രാമാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ വേറെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ ഈ പ്രൊജക്റ്റ് ഏറ്റെടുക്കാനുള്ള മെയിൻ റീസണും ഇതിൽ നടക്കുന്ന ബേണിംഗ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ 3 ലൈന് ക്ലിക്ക് ചെയ്യാം. 3 ലൈന് ക്ലിക്ക് ചെയ്തിട്ട് അതിലുണ്ടാവും ഫയർ ട്രെയിൽ. ഈ ഫയർ ട്രെയിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും നമ്മൾ സംസാരിക്കുന്ന ഇന്നത്തെ ദിവസം, അഥവാ ജൂലൈ 22-ാം തീയതി, ഇന്ന് മാത്രമായിട്ട് 12,111 കോയിൻ ബേൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് മാത്രമായിട്ട് 12,111 കോയിൻ ബേണായി. ടോട്ടൽ ഈ നിമിഷം വരെ 17,161,161 കോയിനാണ് ബേണായി പോയത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഈ കോയിൻ മാർക്കറ്റിൽ മൈനിങ്ങിലൂടെ വന്ന കോയിൻസാണ്. അല്ലാതെ ഒരു കമ്പനി ഇവിടെ പകുതി കോയിന് നമ്മൾ കയ്യിലേക്ക് തരിക, വേറെ കാര്യങ്ങളൊന്നുമല്ല. മൈനിങ്ങിലൂടെ വന്ന കോയിനിൽ നിന്നാണ് 17 ലക്ഷം കോയിന് ബേണായി പോയത്. അതിൽ എങ്ങനെയൊക്കെ ബേണാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരാൾ വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 2% ബേണാവും. അതോടൊപ്പം ബിഡ്, ഞാനല്ല ബിഡ്, ഇവർ നമുക്ക് ക്യാഷ് തന്നിട്ട് നമ്മളെ കോയിൻ കത്തിക്കാണ്, അപ്പോൾ ഇവിടെയും ബേണാവുന്നുണ്ട്. അതുപോലെ നമ്മൾ കൂപ്പൺ പർച്ചേസ് ചെയ്യുക, ആമസോൺ ഗിഫ്റ്റ് കാർഡോ അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ ബേണാവുന്നുണ്ട്. ഗോൾഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ ബേണാവുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒക്കെ ബേണാവുന്നുണ്ട്. ഇത് പ്രീമിയം ബേണാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. മറ്റൊന്ന് നോൺ പ്രീമിയം ബേൺ. പ്രീമിയം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോൺ പ്രീമിയം ബേൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു പ്രൊജക്റ്റ് ഫ്രീ പ്രൊജക്റ്റാണ്, ഫ്രീ മൈനിങ് പ്രൊജക്റ്റാണ്. ഇതിൽ നമ്മൾക്ക് ഈ പ്രൊജക്റ്റ് നല്ലതാണെന്ന് എപ്പോഴാണോ ബോധ്യപ്പെടുന്നത് ആ ടൈമിൽ മാത്രം നമ്മളൊരു 35 USDT ചെയ്ത് പ്രീമിയം ചെയ്യാം. ഓക്കെ, 35 USDT ആണ് പ്രീമിയം ചെയ്യാൻ വേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ഈ പറഞ്ഞ ഫെസിലിറ്റി മൊത്തം ഉപയോഗിക്കാൻ പറ്റും. മറിച്ച് ഈ പ്രീമിയം എന്നുള്ള സംവിധാനം ഇതിലില്ലെങ്കിൽ ഇവിടെ എല്ലാ ആൾക്കാരുടെ കയ്യിൽ ഇഷ്ടം പോലെ കോയിൻസ് ഉണ്ടാവും, ഇഷ്ടം പോലെ കിടക്കും. മറിച്ച് പ്രീമിയം എല്ലാവരും ചെയ്യണമെന്നില്ല, കാരണം $35 വന്നിട്ടില്ല, പലരും ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി പ്രീമിയം ചെയ്യാത്ത ആൾക്കാർക്ക് എല്ലാ മാസവും 10% കോയിൻ വേണമാവും. ഇപ്പോൾ ഞാനിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു മാസം കൃത്യമായിട്ട് മൈൻഡ് ചെയ്ത് എനിക്കൊരു 500 കോയിൻസ് കിട്ടിയെന്ന് വിചാരിക്കുക. ഈ 500 കോയിൻ്റെ 10% അഥവാ 50 കോയിൻ വേണമാവും. ദെൻ അടുത്ത മാസം ആകുമ്പോൾ 450 ഉണ്ടാവുമല്ലോ, ആ 450, 451, 52 അങ്ങനെ കൂടി അടുത്ത മാസം ആകുമ്പോൾ ഒരു 1,100 ആയി വിചാരിക്കുക. അങ്ങനെ 1,100 ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും 110 കോയിൻ ബേണാവും. ഇപ്പോൾ ഞാൻ എപ്പോഴാണോ പ്രീമിയം ചെയ്യുന്നത് ആ നിമിഷം മുതൽ ഉണ്ടാവില്ല, ഈ ബേണിംഗ് ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡ് ട്രേഡ് ചെയ്യാൻ പറ്റും പ്രീമിയം ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ നമുക്ക് P2P ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അതുപോലെ ബിഡിൽ പങ്കെടുക്കാനൊക്കെ പറ്റും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, പ്രീമിയം ചെയ്യുന്ന എമൗണ്ട് നമുക്ക് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, $35 ഞാൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ 25 ലെവലിലുള്ള ലീഡേഴ്സിനാണ് ഈ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അഥവാ ഫസ്റ്റ് ലെവലിൽ $6, സെക്കൻഡ് ലെവലിൽ 2.25 USDT, ദെൻ തേർഡ് ലെവലിൽ 1.20. അങ്ങനെ 25 ലെവലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു എമൗണ്ട് മാത്രമാണ് 35 USDT. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പിന്നെ അമേരിക്ക ബേസ്ഡ് വിദ്യാർത്ഥികൾ അതിൻ്റെ പിറകിൽ 520 കോടി രൂപേൻ്റെ പ്രൊജക്റ്റാണിത്. ഓക്കെ, 1-2 കാരണം ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്ത അതിനകത്താണ് പ്രോഗ്രാം ഉള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്ക് എൻഡിലെ വർക്ക് നടക്കുന്നത് ഹോങ്കോങ്, ദുബായ്, അമേരിക്ക, സ്പെയിൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ പിന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് വിടും. ആ വെബ്സൈറ്റ് പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടുള്ള മൈനിങ്ങും കൃത്യമായിട്ടുള്ള ബേണിങ്ങുമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ, നമ്മളൊരു ദിവസം 6 സെഷനിലായിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മൈൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ അറിയുന്ന ആൾക്കാർ, ഈ പ്രൊജക്റ്റിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ. കാരണം അതിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളെ ആധാർ കാർഡോ നമ്മളെ ഫോൺ നമ്പറോ നമ്മളെ പേരോ അതല്ലെങ്കിൽ നമ്മളെ Gmail അക്കൗണ്ടോ നമ്മളെ ബാങ്ക് ബുക്കോ ലൈസൻസോ പാസ്പോർട്ടോ ഒന്നും നമ്മളിതിൽ കൊടുക്കുന്നില്ല. കാരണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു വാലറ്റ് മാത്രമാണ്. ഓക്കെ, നെക്സസ് ID എന്നുള്ള ഒരു വാലറ്റ് മാത്രമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അവിടെ അബൌട്ട് ദ ആപ്പ് ചെയ്യാൻ കൃത്യമായിട്ട് വായിക്കാൻ പറ്റും. ഇവിടെ വേറെ ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു 6 സെഷനിലായിട്ട് മൈൻഡ് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ അറിയുന്ന ആൾക്കാർക്ക് ഈ പ്രൊജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക.
അത് 1, 2, 3, 10 എത്ര പേർക്ക് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം ബിസിനസ് കൊടുക്കാം. അവർ മൈൻഡ് ചെയ്യുമ്പോൾ ഒരാൾ റെഫർ ചെയ്താൽ അയാൾ ഓരോ സെഷൻ മൈൻഡ് ചെയ്യുമ്പോഴും അയാൾക്ക് കോയിൻസ് കിട്ടും. അതിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് എന്ത് ചെയ്യും നമുക്കും കിട്ടും. ഇതാണ് പ്രൊജക്റ്റ്. ഈ കോയിൻ ഉപയോഗിച്ചുകൊണ്ട് യൂട്ടിലിറ്റി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ആഴ്ചയിൽ ഒരു 4 ഗൂഗിൾ മീറ്റ് വെക്കാറുണ്ട്. അതിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളെ സംശയങ്ങൾ ചോദിക്കാനുള്ള കാര്യങ്ങളും സമയവും എല്ലാം നമ്മൾ തരാറുണ്ട്. കൃത്യമായിട്ട് പ്ലാനിങ്ങോട് പോകുന്ന ഒരു പ്രൊജക്റ്റാണ്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോയിൻ ഉപയോഗിച്ച് നിലവിൽ ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. മാത്രമല്ല ഇത് എവിടെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ലിസ്റ്റ് ചെയ്യാനിട്ട് പോലും നമുക്കിത് എൻകാഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു റിയൽ ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റ് എന്നുള്ള കൃത്യമായ ബോധ്യം കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് അറിയാൻ പറ്റും. എനിവേ എല്ലാവരും ബിസിനസ്സിലേക്ക് കടന്നു വരിക. എല്ലാവർക്കും വലിയൊരു വിജയം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.